അസഹിഷ്ണുതയില്ല. സമരത്തിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾക്കായിട്ട് ഇപ്പോൾ ഒത്തുതീർപ്പിന് ഒന്നും ശ്രമിക്കാൻ കഴിയില്ല. ശ്രമിച്ചതിന് ഫലമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ശ്രമമൊന്നും ഉണ്ടാവില്ല. സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാരെ മുഖ്യമന്ത്രി കൈവിട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണ നൽകിയിരുന്ന BJPയും മലക്കം മറിയുകയാണ്. ഹെൽത്ത് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞത് ഞങ്ങൾ ആശാ വർക്കേഴ്സിന്റെ നാഷണൽ പ്രോഗ്രാം റിവ്യൂ ചെയ്യാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഇവിടെ ട്വിസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് കാശി തരുന്നു പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ പ്രോപ്പഗൻഡ ചെയ്യുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടില്ല. അതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമിന്റെ റിഫോമിന്റെ ഡിപ്പെൻഡൻസി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ആണ് ചുമതല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആശമാരുടെ ഇൻസെന്റീവ് കൂട്ടുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പറയുന്നത് അതിവിടെ ഉണ്ടാക്കിയ പ്രചാരണമാണെന്ന്. പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണോ ശരി? ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞിട്ടില്ലേ? കണ്ടിച്ച് തന്നെ തീരുമാനിക്കാം. ആശാ വർക്കേഴ്സ്, all their activities which they are doing, in all those activities there should be there has to be enhancement of the financial part, and which has the mission steering group has given the permission, and we will be going forward. JP നഡ്ഡ പറഞ്ഞത് എന്താണ്? ആശമാരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സാമ്പത്തിക മെച്ചമുണ്ടാകുമെന്നും അതുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്നും. അതായത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല. എന്തു തന്നെയായാലും പാർലമെന്റിൽ JP നഡ്ഡ പ്രഖ്യാപനം നടത്തി മാസം 2 കഴിഞ്ഞിട്ടും ആശമാർക്ക് കേന്ദ്രം ഇൻസെന്റീവ് പണം വർദ്ധിപ്പിച്ചിട്ടില്ല. അത് യാഥാർത്ഥ്യം. ഇൻസെന്റീവ് കൂട്ടുന്നത് കേന്ദ്ര സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടിയായതുകൊണ്ട് കൈവിട്ടതാണോ? എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരത്തോട് BJPക്ക് മുൻപത്തെ പോലെ വലിയ താല്പര്യമില്ല. ആശമാരുടെ സമരം 100 ദിവസം പിന്നിട്ട അവസരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഐക്യദാർഢ്യവുമായി കോൺഗ്രസിന്റെ നേതാക്കളെത്തി. പക്ഷേ BJP നേതാക്കളെ ആരെയും കണ്ടില്ല. ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിലെല്ലാം BJPയുടെ നേതാക്കൾ സജീവമായി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ സമരപ്പന്തലിൽ മഴ നനഞ്ഞിരുന്നപ്പോൾ ആശമാർക്ക് കുട വാങ്ങിക്കൊടുത്ത് സുരേഷ് ഗോപി എല്ലാം എത്തിയത് കണ്ടതാണ്. BJP നേതാക്കൾ എവിടെയാണ് ഇപ്പോൾ? അങ്ങനെ ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സംസ്ഥാന തലത്തിൽ സംഘടനാ തലത്തിലുള്ളൊരു വരവ് കുറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു വേതന വർധനവ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് 2 മാസം പിന്നിടുകയാണ്. അതിനെന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ചില ദുരൂഹതയുണ്ട്. കാരണം കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് ഉടനടി വർധന ഉണ്ടാവുമെന്നും അതിൻ്റെ ചില നീക്കങ്ങൾ നടന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ എന്താണ് ഒരു തടസ്സം, ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഒരു തടസ്സം എന്തെന്നതിനെ സംബന്ധിച്ച് ചില ദുരൂഹതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. സംസ്ഥാനം എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. BJP നേതാക്കൾ ആശാ സമരപ്പന്തലിലേക്ക് ഇപ്പോൾ പോകാറില്ലെങ്കിലും പിന്തുണയ്ക്ക് കുറവൊന്നുമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അവരുടെ ആ ഒരു ഫൈറ്റിന്റെ പിന്തുണ BJP ആദ്യത്തെ ദിവസം സുരേഷ് ഗോപിജിയും അവിടെ പോയിരുന്നു, ഞാനും പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. ആ പിന്തുണ ഇന്നും ഉണ്ട്. ചുരുക്കത്തിൽ ചർച്ചയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും ഇൻസെന്റീവ് വിഷയത്തിൽ മലക്കം പറഞ്ഞ BJPയും ആശമാരെ കൈവിടുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കുടയും വടിയും ഒന്നും എടുത്ത് എന്തായാലും ഇപ്പോൾ BJP നേതാക്കളും സമരപ്പന്തലിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അവിടെ പാട്ടുപാടാൻ ഒപ്പം എത്താനില്ല, കൂടെ ഇരിക്കാൻ ഒപ്പം എത്താനില്ല. എന്തായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ കൈവിട്ടതിൽ 100 ദിവസം കഴിഞ്ഞും ആശാ സമരം തുടരുകയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, ഏതൊരു സമരമുണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അതിൽ രാഷ്ട്രീയപരമായി എങ്ങനെ മൈലേജ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാത്ത ആരും കേരളത്തിൽ പ്രത്യേകിച്ചും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ നിലയിൽ ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടു. ആശമാരുടെ കണ്ണീരും അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ BJPയും അല്ലെങ്കിൽ കോൺഗ്രസും CPM മറ്റൊരു തരത്തിലൊക്കെ പല വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ അവസാനം അവർ മാത്രമായി ഈ സമരപ്പന്തലിൽ അവരുടെ വിഷമങ്ങൾ ആർക്കും കേൾക്കുകയും വേണ്ട, അവർക്ക് സന്തോഷം കൊടുക്കാൻ ആരും ശ്രമിക്കുന്നുമില്ല. ദിവിഷ്, മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി മാത്രം സർക്കാരിന് മുന്നിൽ കൈനീട്ടുന്നവരാണ്. അപ്പോൾ അവർക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ടത് ഓണറേറിയം വർധനയാണ്, കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇൻസെന്റീവ് വർധനയാണ്. ഇത് രണ്ടും 100 ദിവസം പിന്നിട്ട അവസരത്തിലും നടപ്പായിട്ടില്ല എന്നതാണ്. പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തുന്നതൊക്കെ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് കാണുമ്പോൾ വലിയ പിന്തുണ തോന്നാം. പക്ഷേ ഈ 100 ദിവസം കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഓണറേറിയം വർധനയില്ല, ഇൻസെന്റീവ് വർധനയില്ല. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവർക്ക് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ ഘട്ടത്തിലും എടുത്തിട്ടില്ല എന്നതാണ്. 2 മാസമായി കേന്ദ്ര ആരോഗ്യമന്ത്രി, അതായത് BJPയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ JP നഡ്ഡ ഈ പ്രഖ്യാപനം പാർലമെന്റിൽ നടത്തിയത്. അതായത് ഇൻസെന്റീവ് വർധന, അവർക്ക് സാമ്പത്തികമായ വർധന ഉണ്ടാകും എന്നതിനൊപ്പം തന്നെ അതുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതേക്കുറിച്ച് ഇന്നലെ ചോദിക്കുമ്പോൾ വിശദീകരിച്ചെന്താണ്,
ഈ സാമ്പത്തിക വർധന, ഇൻസെന്റീവ് വർധന, പണമായി നൽകുമെന്നത് അതിവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രചരണമായിരുന്നു എന്നാണ്. അപ്പോൾ അതായത് എതിരാളികളാണോ, രാഷ്ട്രീയ എതിരാളികളാണോ ഇൻസെന്റീവ് വർധന നടപ്പാക്കുമെന്ന് പറഞ്ഞ BJPയുടെ ആളുകൾ തന്നെയാണോ ഈ പ്രചാരണം നടത്തിയത് എന്നത് അവർ പരിശോധിക്കട്ടെ. ഒരു കാര്യം വസ്തുതയെ തന്നെ നിലനിൽക്കുന്നു. 100 ദിവസം പിന്നിട്ട അവസരത്തിലും അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടില്ല, ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഈ ആശാ സംഘടനാ നേതാവ് മിനി പറഞ്ഞ വാക്കുകൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്. അതായത് ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻസെന്റീവ് വർധന അതുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന സംശയവും ദുരൂഹതയുമാണ് അവർ ഉയർത്തുന്നത്. അത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും അവർ പ്രതികൂട്ടം നിർത്തുക തന്നെയാണ്. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കട്ടെ എന്നായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിന്റെ ആദ്യം മുതലുള്ള ഇടപെടൽ. കേന്ദ്രം അങ്ങനെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്താൽ സംസ്ഥാനം അതിൽ എന്ത് ഇടപെടലാണ് നടത്തേണ്ടത്? അത് അങ്ങനെ ഒരു ആരോപണം എന്ന് പറയുന്നത് കണ്ണടച്ചാരോപിക്കലല്ലേ? ഇതിൽ സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന പാർട്ടാണ് അവർ ചെയ്യേണ്ടത്. ഇൻസെന്റീവ് വർധനയുടെ കാര്യത്തിൽ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വിശദീകരിച്ചതാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നതാണ്. 2 മാസം കഴിയുന്ന അവസരത്തിലാണ് ഇത് എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇത് സാമ്പത്തികമായി കേന്ദ്ര സർക്കാരിന് ബാധ്യത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അധിക ചെലവുണ്ടാക്കുന്ന വർധന തന്നെയായിരിക്കും. കാരണം കേരളത്തെ മാത്രം പരിഗണിച്ചാൽ പോരാ, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഏകീകൃതമായുള്ള ഒരു പുതിയ പരിഷ്കരണമാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ സമരപന്തലിൽ വന്ന് കൊടുക്കുന്നത് കൊണ്ട് മാത്രം അർത്ഥമില്ല. അതായത് ഒരു ദുരൂഹമായ ഒരു ഇടപെടൽ നീക്കം നടന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആശമാരുടെ സംഘടന ആരോപിക്കുമ്പോൾ അങ്ങനെ സംസ്ഥാനം